ബ്രസീലിന് ഫുട്ബോൾ എന്നാൽ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു വികാരമാണ്. അവർ ആദ്യമായി പന്തിനെ പ്രണയിച്ചത് പെലെയിലൂടെ, കളിയുടെ സൗന്ദര്യം കണ്ടത് സിക്കോയിലൂടെ, മാന്ത്രികത അനുഭവിച്ചത് റൊണാൾഡീനിയിലൂടെ, വേഗത്തിൻ്റെ തീക്കാറ്റ് കണ്ടത് റൊണാൾഡോയിലൂടെ. ആ ചരിത്രത്തിൻ്റെ അടുത്ത അധ്യായമായിരുന്നു നെയ്മർ ജൂനിയർ. പന്ത് കാലിലെത്തിയാൽ പ്രതിരോധങ്ങൾ ഭയന്നിരുന്ന നിമിഷങ്ങൾ, ഒരു ചെറിയ ഡ്രിബിളിൽ സ്റ്റേഡിയങ്ങൾ മുഴുവൻ വിസ്മയത്തിലാക്കിയ നിമിഷങ്ങൾ, തോൽവികളിൽ പോലും രാജ്യത്തിൻ്റെ സ്വപ്നം നെഞ്ചേറ്റിയ ഒരു പോരാളി. 2014 ലോകകപ്പിൽ വേദനയുടെ കണ്ണീരും കോപ്പ അമേരിക്കയിൽ വിമർശനങ്ങളുടെ ഭാരവും ഓരോ തിരിച്ചടികൾക്കും ശേഷം വീണ്ടും എഴുന്നേറ്റ പോരാളിയുടെ കഥയായിരുന്നു നെയ്മർ ജൂനിയറിൻ്റേത്. വീണിട്ടും വീണ്ടും ഓടിയവൻ, തകർന്നിട്ടും വീണ്ടും ചിരിച്ചവൻ. അവൻ കളിച്ചത് ഒരു കളിക്കാരനായി മാത്രമല്ല, ബ്രസീൽ ആരാധകരുടെ സ്വപ്നമായി, കുട്ടികളുടെ അനുകരണമായി, മൈതാനങ്ങളിൽ ജനിച്ച ലക്ഷക്കണക്കിന് പുതിയ സ്വപ്നങ്ങളുടെ തുടക്കമായി. കിരീടങ്ങളെല്ലാം സ്വന്തമാക്കിയില്ലെങ്കിലും കോടിക്കണക്കിന് ജനഹൃദയങ്ങൾ സ്വന്തമാക്കിയ ഒരു കളിയാട്ടക്കാരൻ. ചിലർ ഗോൾ നേടും, ചിലർ ട്രോഫികൾ നേടും, പക്ഷേ ചിലർ ഒരു തലമുറയുടെ ഓർമ്മയായി മാറും. പെലെയ്ക്ക് ശേഷം ബ്രസീലിൻ്റെ മഞ്ഞ ജേഴ്സി അണിഞ്ഞ് ലോകത്തെ വീണ്ടും നൃത്തം ചെയ്യിപ്പിച്ച മനുഷ്യൻ, ഡ്രിബിളുകളിൽ സംഗീതമെഴുതിയവൻ, പന്തിനെ കാലിൽ ചേർത്ത് മാന്ത്രികത തീർത്തവൻ. ബ്രസീലിയൻ ഫുട്ബോളിൻ്റെ മാന്ത്രികതയിലെ ഒരു സുവർണ അധ്യായം അവസാനിക്കുമ്പോൾ ഇനിയും ഒരുപാട് വേൾഡ് കപ്പുകൾ വന്നേക്കാം. എന്നാൽ മഞ്ഞയും നീലയും ജേഴ്സി അണിഞ്ഞ് ഫുട്ബോൾ മാന്ത്രികത തീർക്കാൻ ആ ബ്രസീലിയൻ ടീമിനോടൊപ്പം അദ്ദേഹം ഉണ്ടാവണമെന്നില്ല. ബ്രസീലിയൻ ഫുട്ബോളിൻ്റെ മാന്ത്രികതയിലെ ഒരു സുവർണ അധ്യായം അവസാനിക്കുമ്പോൾ ചരിത്രം ആ പേര് ഒരിക്കലും മറക്കാനിടയില്ല. നെയ്മർ ജൂനിയർ.